സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയർത്തിയ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചേക്കും. രണ്ടത്താണി മത്സര സന്നദ്ധത അറിയിച്ചതോടെ പിന്തുണയുമായി CPIM രംഗത്തെത്തുകയായിരുന്നു. ഇതിനിടെ വള്ളിക്കുന്നിൽ വിമതനായി മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഷാഫി ചാലിയം പിന്മാറി. ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി, കൊടുവള്ളി എന്നിവിടങ്ങളിലും അമർഷം പുകയുകയാണ്. ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി പരസ്യ എതിർപ്പുമായി രംഗത്തെത്തിയത്. പരോക്ഷ വിമർശനവുമായി ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് പിൻവലിച്ചെങ്കിലും ഇന്ന് രാവിലെ നിലപാട് കടുപ്പിച്ചു. ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി. മിമ്പറിൽ നിന്ന ഖലീഫയോട് പോലും ചോദ്യമുന്നയിച്ച ചരിത്രമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ വിമർശിച്ചു. എന്നാൽ LDF സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. ഞാൻ ആരെല്ലാം ഇവിടെ ഞങ്ങൾ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സംസ്ഥാന നേതാക്കന്മാരുമായി സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെയാണ് പിന്തുണയുമായി CPIM രംഗത്തെത്തിയത്. രണ്ടത്താണി ലീഗിന്റെ പ്രധാന മുഖമെന്നും ലീഗ് പ്രതിരോധത്തിലായപ്പോഴെല്ലാം മുന്നിൽ നിന്നത് രണ്ടത്താണിയായിരുന്നുവെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെപ്പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. വിജയരാഘവന്റെ നല്ല വാക്കുകൾക്ക് നന്ദിയെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന നല്ല വാക്കുകൾക്ക് നന്ദി. രണ്ടത്താണിയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് മുസ്ലിം ലീഗ്. ലീഗ് പ്രാദേശിക നേതാക്കളെ സാദിഖ് അലി തങ്ങൾ രണ്ടത്താണിയുടെ വീട്ടിലേക്ക് അയച്ചു. തങ്ങളുമായി രണ്ടത്താണി കൂടിക്കാഴ്ച നടത്തും. സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിച്ച രണ്ടത്താണിക്കെതിരെ KPA മജീബ്, PV അബ്ദുൾ വഹാബ് എന്നിവർ രംഗത്തെത്തി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ആരായാലും ശത്രുക്കളാണെന്ന് KPA മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. രണ്ടത്താണി പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് ലീഗിന്റെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതിനിടെ വള്ളിക്കുന്നിൽ വിമതനായി മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഷാഫി ചാലിയം പിന്മാറി. മത്സരിക്കാനില്ലെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായും ഷാഫി ചാലിയം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി ഇങ്ങനെ മാറിക്കളിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളല്ല ഞാൻ എന്തെങ്കിലും അധികാര സ്ഥാനം ആഗ്രഹിച്ചിട്ടല്ല ഈ പാർട്ടിയിൽ നിൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങൾ സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, മറിച്ച് പാണക്കാട് തങ്ങൾ ഒരു സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് എന്റെ ഡ്യൂട്ടി. സീറ്റ് കിട്ടാത്തതിൽ വനിതാ ലീഗും പ്രതിഷേധത്തിലാണ്. ദേശീയ സെക്രട്ടറി നൂർബിന റഷീദ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. ഒരുപാട് വനിതകള് അതിപ്രഗത്ഭമായ ഭരണം കാഴ്ചവെച്ച് തയക്കവും പഴക്കവും എത്തിയ വനിതാ ലീഗിന്റെ ആൾക്കാരുണ്ട്. ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഇന്നലെ പോലത്തെ ഓടി ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചെത്തിയ തകരകളല്ല ഞങ്ങള്. കൊടുവള്ളിയിൽ PK ഫിറോസിനെതിരെയും പ്രതിഷേധമുണ്ട്. എന്നാൽ സീറ്റ് കിട്ടാത്തവരുടെ അതൃപ്തി വൈകാരിക പ്രകടനമാണെന്നും ആരും പാർട്ടി വിടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ അതൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതിർത്തി പ്രകടിപ്പിക്കുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണ് എന്ന് പാർട്ടി ചോദിച്ചറിയും. അവരാരും ഞങ്ങൾ പുറത്തു നിർത്തില്ല. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരാരും ഞങ്ങൾ പുറത്തു നിർത്തൂല. അവരെ പാർട്ടിയോട് ചേർത്തി കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.